ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോള് വന്നതാണ് ഈ വീട്ടമ്മക്ക്. ഒരു 10-20 സെക്കൻഡ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ ആ ഫോൺ കോൾ. പെട്ടെന്ന് ഫോൺ കോൾ കട്ടാകുന്നു. വാട്സപ്പിലേക്ക് ഒരു വീഡിയോ വരുന്നു. തൻ്റെ ജീവൻ വരെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ വീട്ടമ്മ മാറി. അത്രത്തോളം അപകടമാണ് ഈ സോഷ്യൽ മീഡിയ. ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, വലിയ വില കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, കല്യാണം കഴിഞ്ഞവരായിക്കോട്ടെ കഴിയാത്തവരായിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സമയം കളയേണ്ട, വീഡിയോ കാണാം. നോക്കുക, കല്യാണം കഴിഞ്ഞ ഒരു വീട്ടമ്മയാണ്. തൻ്റെ ഭർത്താവ് തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഒരു ഫോൺ കോൾ വരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. വീഡിയോ കോളാണ്. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ആരും കാണുന്നില്ല. പക്ഷേ വീട്ടമ്മയുടെ മുഖം ചെറിയ സ്ക്രീനിലായിട്ട് കാണിക്കും. നമ്മളൊക്കെ വീഡിയോ കോൾ വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചെറിയൊരു ഫേസ് ഒരു ഭാഗത്തുണ്ടാകും. ഓപ്പോസിറ്റ് കോൾ ചെയ്യുന്ന ആളുകൾ നമുക്ക് വലുതായിട്ട് കാണാം. ഫോൺ കട്ടായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീട്ടമ്മയുടെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ വരികയാണ്. വൺസ് ഓപ്പൺ, ഒറ്റ തവണ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ് വന്നത്. അത് തുറന്ന് നോക്കിയപ്പോൾ, ആ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട കാഴ്ച ശരിക്കും പെട്ടെന്ന് ഷോക്കടിപ്പിക്കുന്ന, പെട്ടെന്ന് എൻ്റെ ജീവിതം ഇല്ലാണ്ടായി, ഇനി ഞാൻ എന്തിന് ജീവിക്കണം, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഒക്കെയാണല്ലോ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരു നിമിഷം തൻ്റെ ജീവൻ അവസാനിപ്പിച്ചാലോ എന്നിവരെ ചിന്തിച്ചു പോയി. ആ കണ്ണുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അത്രത്തോളം അപകടമാണ് സോഷ്യൽ മീഡിയ. അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ പരിചയമില്ലാത്ത നമ്പർ, നമുക്കറിയാത്ത നമ്പർ, നമ്മൾ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ, സാധാരണ രീതിയിലുള്ള ഒരു ഓഡിയോ കോൾ ആണെങ്കിൽ നോ പ്രോബ്ലം, ബട്ട് വീഡിയോ കോൾ ആണെങ്കിൽ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കോള് വന്നു, കോൾ അറ്റൻഡ് ചെയ്തു. ഓപ്പോസിറ്റ് നിന്ന ആ വ്യക്തി ക്യാമറ മറച്ചു വെച്ചു. എന്നിട്ടത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. അതാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്, നിങ്ങൾ അറിയില്ല. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസും നിങ്ങളുടെ എക്സ്പ്രഷനും ഒക്കെ ആ സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കും. പിന്നീട് ആ പയ്യൻ്റെ തന്നെ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്ത് നമ്മൾ അവരുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കും. വളരെ മോശമായ പ്രൈവറ്റ് പാർട്ടുകളൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും നമ്മളെ ഇവർ വിളിക്കുക. ചിലപ്പോൾ ആദ്യ സമയത്ത് ഇതുപോലെ എല്ലാം കാണിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ വാട്സപ്പിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോ വരുമ്പോഴായിരിക്കും നമ്മൾ പിന്നീട് അറിയുക. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും വീഡിയോ കോൾ വന്നോ അവോയ്ഡ് ചെയ്യുക. അറിയുന്ന ആളുകളാണോ, നിങ്ങൾ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത നമ്പറാണോ, അറിയുന്ന ആളാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക. ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റു വീഡിയോ കാണാം. ബൈ.